Welcome to MrUnbox and Travel. In the unboxing and review product and the Huawei latest product mobile phone പകരം Huawei FreeBuds SE2 ഈ ഒരു പ്രൊഡക്റ്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഇതാണ് Huawei FreeBuds SE2 യുടെ കേസ് വരുന്നത്. ഇതോടൊപ്പം നമുക്ക് ബോക്സിനകത്ത് ലഭിക്കുന്നത് USB to Type C ചാർജിംഗ് കേബിൾ ആണ്. സൈസ് വൈസ് നോക്കിയാലും അത്യാവശ്യം ചെറുതായിട്ടുള്ള ഒരു FreeBuds തന്നെയാണ് വരുന്നത്. മാത്രമല്ല എനിക്ക് ഇതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കംഫർട്ട്നെസ് തന്നെയാണ്. പേഴ്സണലി ചില നമുക്ക് ഇയർബഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ പെയിൻ അല്ലെങ്കിൽ ഒരു അൺകംഫർട്ട്നെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പെയിനോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ നല്ല രീതിയിൽ ഷേക്ക് ചെയ്താൽ പോലും താഴെ വീഴാത്ത തരത്തിൽ അത്രയും കംഫർട്ടായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ഇയർബഡ്സ് എന്ന് പറയുന്നത് 3.8 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഈ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു വെയിറ്റ് ഉള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബഡ്സ് നമ്മുടെ ചെവിയിലുണ്ട് എന്നുള്ളൊരു ഫീൽ ലഭിക്കാത്ത തരത്തിൽ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബഡ്സിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 510 mAh ബാറ്ററിയാണ് ഈ ഒരു കേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 40 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നത്. സിംഗിൾ ചാർജിൽ നമുക്ക് ഏകദേശം 9 മണിക്കൂറോളം മ്യൂസിക് പ്ലേബാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. മാത്രമല്ല 10 മിനിറ്റ് നമ്മൾ ഇതിൽ കേസിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മണിക്കൂറോളം മ്യൂസിക് പ്ലേബാക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. 110 മിനിറ്റ് കൊണ്ട് ഈ ഒരു ചാർജിങ് കേസ് നമുക്ക് ചാർജ് ചെയ്ത് എടുക്കാനും സാധിക്കും. ഓവറോൾ ബാറ്ററിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്ററി ലൈഫ് തന്നെയാണ് നമുക്ക് ഈ ഒരു FreeBuds SE2ൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. IP54 റേറ്റിംഗോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് കൂടിയാണ് ഈ ഒരു FreeBuds SE2 എന്ന് പറയുന്നത്. ബാറ്ററി ലൈഫിൽ കോളിംഗ് ടൈം പരിഗണിക്കുകയാണെങ്കിൽ സിംഗിൾ ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 5 മണിക്കൂറോളം കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൾട്ടിപ്പിൾ ചാർജിങ്ങിലാണെങ്കിൽ നമുക്ക് ഏകദേശം 24 മണിക്കൂറും ഇതിൽ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ റിജക്റ്റ് ചെയ്യാനും നമ്മൾ ഡബിൾ ടാപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോൾ അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് മ്യൂസിക് പ്ലേ അല്ലെങ്കിൽ മ്യൂസിക് പോസ് എന്നുള്ള രീതിയിലായിരിക്കും ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹുവാവിയുടെ AI ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മ്യൂസിക് നെക്സ്റ്റ് അല്ലെങ്കിൽ മ്യൂസിക് പ്രീവിയസ് അത്തരത്തിലുള്ള ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്ത് വെക്കാനും കൂടി സാധിക്കും. ചില ഇയർബഡ്സിലൊക്കെ നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ആ ഒരു ഗെയിമിങ്ങിലുള്ള ആ ഒരു സൗണ്ട് എഫക്റ്റ് ആ ഒരു സെയിം ടൈമിൽ നമുക്ക് ലഭിക്കാറില്ല. ചെറിയ തരത്തിലുള്ള ആ ഒരു വേരിയേഷൻ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലൂടൂത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലോ ലേറ്റൻസി ബ്ലൂടൂത്ത് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു സെയിം ടൈമിൽ തന്നെ ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ ലഭിക്കുന്നതുമാണ്. സൗണ്ട് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഐഫോണിലാണ്. അതുപോലെ തന്നെ ഹുവാവിയിൽ ഞാൻ കണക്ട് ചെയ്തിരുന്നു. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ശരിക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള FreeBuds SEയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഹുവാവി ഫോണുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ആ ഒരു ക്വാളിറ്റി ശരിക്കും ഐഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ലഭിച്ചില്ലായിരുന്നു. പക്ഷേ ഈ ഒരു SE2ലേക്ക് അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ANC അല്ലെങ്കിൽ ENC പോലുള്ള കാര്യങ്ങൾ ഈ ഒരു ബഡ്സിൽ ഉൾപ്പെടുത്തില്ല എന്നത് തന്നെയാണ്. FreeBuds SE2യുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 179 ഖത്തറിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 4000 രൂപയ്ക്ക് താഴെയാണ് ഇതിന് പ്രൈസ് വരുന്നത്. എനിക്കിതിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ് തന്നെയാണ്. ഏകദേശം 40 മണിക്കൂറിനടുത്താണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നത്. സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് തന്നെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എനിവേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ANC അല്ലെങ്കിൽ ENC ഇതിൽ ഉൾപ്പെടുത്തില്ല എന്നത് തന്നെയാണ്. എനിവേ ഹുവാവി ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഹുവാവി ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്സ് തന്നെയാണ് ഈ ഒരു FreeBuds SE2 എന്ന് പറയുന്നത്. എനിവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം കൂടി ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.